ഈ ലെക്ചറിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. 6ാമത്തെ പാർട്ട് നമ്മൾ പല പാർട്ടുകളായിട്ട് ഒരു 5 പാർട്ട് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമ്മൾ ഈ പാഠത്തിൻ്റെ ലെക്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് ആദ്യം കാണണം. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ദ മേക്കിംഗ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് 1870 തൊട്ട് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ട് വന്ന കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും അതിനോടനുബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ്റെ പാർട്ടീഷനും അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. മഹാത്മാഗാന്ധി ഡിസൈഡഡ് ടു ഇനിഷ്യേറ്റ് എ ന്യൂ ഫേസ് ഓഫ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ദ മിഡിൽ ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഗാന്ധിജി ഡിസൈഡ് ചെയ്യുകയാണ് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഒരു പുതിയൊരു മൂവ്മെൻറ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങാനായിട്ട് ഡിസൈഡ് ചെയ്യുകയാണ്. ബ്രിട്ടീഷ് മസ്റ്റ് ക്വിറ്റ് ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി ഹി ടോൾഡ് ദെം. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് ബ്രിട്ടീഷ് മസ്റ്റ് ക്വിറ്റ് ഇന്ത്യ വിടണം ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ. ടു ദ people he said, do or die in your effort to fight British, but you must fight non-violently. ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാനും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആൾക്കാരോട്, സാധാരണ ജനങ്ങളോട് മഹാത്മാഗാന്ധിജി പറഞ്ഞത് ഡു ഓർ ഡൈ എന്നാണ്. ഡു ഓർ ഡൈ എന്ന ആറ്റിറ്റ്യൂഡോടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക, അതും നോൺ വയലൻ്റ്ലി, അഹിംസയുടെ മാർഗത്തിലൂടെ ഫൈറ്റ് ചെയ്യാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. ഗാന്ധിജി ആൻഡ് അതർ ലീഡേഴ്സ് വെർ ജയിൽഡ് അറ്റ് വൺസ്. പെട്ടെന്ന് തന്നെ ഗാന്ധിജിയെയും മറ്റുള്ള ലീഡേഴ്സിനെയും ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. ബട്ട് ദി മൂവ്മെൻറ്റ് സ്പ്രെഡ്. പക്ഷേ ഈ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇവരെ ജയിലടച്ചതോടെ അവസാനിച്ചില്ല. അതിനെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. It specially attracted peasants and the youth who gave up their studies to join it. യൂത്തും അതുപോലെ തന്നെ പെസൻസ് എല്ലാം അവരെല്ലാം ഈ മൂവ്മെൻറ്റ് ആകർഷിച്ചു. യൂത്ത് അവരുടെ സ്റ്റഡിയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഈ മൂവ്മെൻറ്റിൻ്റെ കൂടി. Communications and symbols of state authority were attacked all over the country. ഈ സ്റ്റേറ്റ് അതോറിറ്റീൻ്റെ സിമ്പിൾസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇവർ അറ്റാക്ക് ചെയ്തു. ആൻഡ് ഇൻ മെനി ഏരിയാസ് ദ പീപ്പിൾ സെറ്റ് അപ്പ് ദെയർ ഓൺ ഗവൺമെൻറ്. ജനങ്ങളുടെ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്യുകയാണ് ചെയ്തത്. ദ ഫസ്റ്റ് റെസ്പോൺസ് ഓഫ് ദ ബ്രിട്ടീഷ് വാസ് സിവിയർ റിപ്രഷൻ. ഇതിനടിച്ചത് അമർത്താനായിരുന്നു ബ്രിട്ടീഷുകാരുടെ റെസ്പോൺസ്. ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്. ബൈ ദി എൻഡ് ഓഫ് 1943, 1943 കഴിയുമ്പോഴേക്കും ഓവർ 90,000 പീപ്പിൾ വർ അറസ്റ്റഡ്. 90,000 പേരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് അറൗണ്ട് 1,000 കിൽഡ് ഇൻ പോലീസ് ഫയറിംഗ്. പോലീസിൻ്റെ ഫയറിങ്ങിൽ, വെടിവെപ്പിൽ 1000-ഓളം പേര് മരിക്കുകയും ചെയ്തു. ഇൻ മെനി ഏരിയാസ് ഓർഡേഴ്സ് വർ ഗിവൺ ടു മെഷീൻ ഗൺ ക്രൗഡ്സ് ഫ്രം എയ്റോപ്ലെയിൻ. വിമാനത്തിൽ നിന്ന് വെടിവെക്കാനായിട്ടുള്ള ഓർഡർ വരെ ഉണ്ടായിരുന്നു. The rebellion, however, ultimately brought the Raj into its knees. അവസാനം ഈ ബ്രിട്ടീഷിന് അവരെ മുട്ടുമടക്കേണ്ടി വന്നു. ഇത് ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട്. ഈ ഇമേജ് ഫോട്ടോയിൽ കാണുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഓഗസ്റ്റ് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഒരു ഫോട്ടോയാണ്. അവിടെ ഡെമോൺസ്ട്രേറ്റേഴ്സ് ക്ലാഷ്ഡ് വിത്ത് പോലീസ് എവരിവെയർ. എല്ലാ സ്ഥലത്തും പോലീസുമായിട്ട് ഈ ഡെമോൺസ്ട്രേറ്റേഴ്സ് ക്ലാഷ് ചെയ്തു. മെനി തൗസൻഡ്സ് വെർ അറസ്റ്റഡ്. ഒരുപാട് ആയിരങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് തൗസൻഡ്സ് വെർ കിൽഡ് ആൻഡ് മെനി വെർ ഇഞ്ചേർഡ്. ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പാർട്ടീഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇൻഡിപെൻഡൻസിലോട്ടും അതുപോലെ തന്നെ പാർട്ടീഷനിലോട്ടും നയിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാരഗ്രാഫുകളിൽ നോക്കാൻ പോകുന്നത്. മീൻവൈൽ ഇൻ 1940, the Muslim League had moved a resolution demanding independent states for Muslims in the northwestern and eastern area of the country.
രാജ്യത്തിൻ്റെ നോർത്ത് വെസ്റ്റേൺ ഏരിയാസും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഏരിയാസും, ഇപ്പോൾ ബംഗാളുള്ള ഏരിയ, വെസ്റ്റ് ബംഗാളിൻ്റെയൊക്കെ ഏരിയ, അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഏരിയയാണ്, അതാണ് നോർത്ത് വെസ്റ്റേൺ ഏരിയ. അവിടെ എല്ലാ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് മുസ്ലിംസിന് വേണമെന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ് മുസ്ലിം ലീഗ്. ദി റെസൊല്യൂഷൻ ഡിഡ് നോട്ട് മെൻഷൻ പാർട്ടീഷൻ ഓർ പാകിസ്ഥാൻ. പാർട്ടീഷൻ വേണമെന്നോ പാകിസ്ഥാൻ വിഭജിക്കണമെന്നോ റെസൊല്യൂഷൻ മെൻഷൻ ചെയ്യുന്നില്ല. Why did the League ask for autonomous arrangement for the Muslims of the subcontinent? ഈ സബ്കോണ്ടിനെൻ്റൽ മുസ്ലിംസിന് ഓട്ടോണോമസ് അറേഞ്ച്മെൻറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് എന്തുകൊണ്ടായിരിക്കാം ഡിമാൻഡ് ചെയ്തിരിക്കുക? ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് ജവഹർലാൽ നെഹ്റു ലിസണിങ് ടു ഗാന്ധിജി, ലിസൺസ് ടു മഹാത്മാഗാന്ധി ബിഫോർ ബോംബെ സെഷൻ ഓഫ് ദ കോൺഗ്രസ്. ജൂലൈ 1946 ബോംബെ സെഷന് മുമ്പ് രണ്ടുപേരും കൂടിയുള്ള സംസാരത്തിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കാണിക്കുന്നത്. ഗാന്ധിജീസ് ഡിസൈപ്പിൾ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്നു, ഗാന്ധിജിയുടെ അനുയായിയായിരുന്നു നെഹ്റു, ആൻഡ് എൻ ഇൻ്റർനാഷണലിസ്റ്റ് ആയിരുന്നു. നെഹ്റു വാസ് എ ലീഡിങ് ആർക്കിടെക്റ്റ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ശില്പിയായിരുന്നു. ആൻഡ് ഓഫ് ഫ്രീ ഇന്ത്യാസ് എക്കണോമി ആൻഡ് പോളിറ്റി, ഇതിൻ്റെ എല്ലാം ഒരു ശില്പിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഈ ഫോട്ടോയിൽ കാണുന്നത് മൗലാന ആസാദ് വിത്ത് അതർ മെമ്പേഴ്സ് അറ്റ് ദ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സേവാഗ്രാം 1942. ആസാദ് വാസ് ബോൺ ഇൻ മെക്ക ടു എ ബംഗാളി ഫാദർ. ആസാദിൻ്റെ അച്ഛനൊരു ബംഗാളിയായിരുന്നു, ആൻഡ് ആൻ അറബ് മദർ അമ്മ ഒരു അറബി സ്ത്രീയായിരുന്നു. വെൽ വേഴ്സ്ഡ് ഇൻ മെനി ലാംഗ്വേജസ്, ഒരുപാട് ലാംഗ്വേജസ് അറിയായിരുന്നു. Azad was a scholar of Islam and an exponent of notion of Wahadati Deen, the essential oneness of all religions. An active participant of Gandhi movements into an active participant ആയിരുന്നു. And an advocate of Hindu-Muslim യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. And he was opposed to Jinnah's two-nation theory. മുഹമ്മദ് അലി ജിന്നയുടെ 2 nation തിയറി, ഇന്ത്യയും പാകിസ്ഥാനും സെപ്പറേറ്റ് ആവണം, ഡിവൈഡ് ചെയ്യണമെന്നുള്ള ആ 2 nation തിയറിയെ ഒപ്പോസ് ചെയ്ത ആളും കൂടിയായിരുന്നു മൗലാന ആസാദ്. ഇവിടെ കാണുന്നത് ഗാന്ധിജി ചക്രവർത്തി രാജഗോപാലാചാരി സ്പീക്കിംഗ് ടു ഗാന്ധിജി ബിഫോർ ഗാന്ധി ജിന്ന ടോക്സ്. 1944 ഗാന്ധി ജിന്ന ടോക്സിന് മുമ്പ് സി രാജഗോപാലാചാരി ഗാന്ധിജിയുമായിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹം വെറ്ററൻ നാഷണലിസ്റ്റാണ്, സീനിയർ നാഷണലിസ്റ്റ് ആൻഡ് ലീഡർ ഓഫ് ദി സോൾട്ട് സത്യാഗ്രഹ ഇൻ ദ സൗത്തിൽ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ ലീഡർ കൂടിയായിരുന്നു സി രാജഗോപാലാചാരി. പോപ്പുലർലി നോൺ ആസ് രാജാജി എന്നാണ് അദ്ദേഹത്തെ പോപ്പുലർ വിളിച്ചത്. served as a member of the interim government of 1946. 1946 interim ഗവൺമെൻറ്റിലൊരു മെമ്പർ കൂടിയായിരുന്നു. ആസ് ഫ്രീ ഇന്ത്യാസ് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറലും കൂടിയായിരുന്നു, ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ. ഈ ഫോട്ടോയിൽ കാണുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്, who played an important role in the negotiation for independence during 1945-47. 1945-47 നടന്ന നെഗോഷിയേഷൻസിൽ വലിയ ഒരു റോള് പ്ലേ ചെയ്ത ഒരു വലിയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേൽ hail from an impoverished peasant proprietor family of നദിയാദ്, ഗുജറാത്തിലെ നദിയാദിലെ എന്ന് വരുന്ന ആളാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ. ഫോർമോസ്റ്റ് ഓർഗനൈസർ ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഫ്രം 1918 ഓൺവേർഡ്സ്. 1918 മുതൽ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഒരു ഓർഗനൈസറായിരുന്നു ഈ സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേൽ സെർവ്ഡ് ആസ് എ പ്രസിഡൻറ്റ് ഓഫ് ദി കോൺഗ്രസ് ഇൻ 1931. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് കൂടിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇദ്ദേഹത്തിൻ്റെ ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മുഹമ്മദ് അലി ജിന്നയും ഗാന്ധിജിയും. മുഹമ്മദ് അലി ജിന്ന വിത്ത് മഹാത്മാഗാന്ധി
ബോംബെ സെപ്റ്റംബർ 1944. 1944 സെപ്റ്റംബറിൽ ബോംബെയിൽ വെച്ച് മുഹമ്മദ് അലി ജിന്നയും ഗാന്ധിജിയും കൂടിയുള്ള ഫോട്ടോയാണിത്. ആൻ അംബാസഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി അൺടിൽ 1920. 1920 വരെ ഹിന്ദു മുസ്ലിം യൂണിറ്റിൻ്റെ ഒരു അംബാസഡറായിരുന്നു ഈ മുഹമ്മദ് അലി ജിന്ന. ജിന്ന പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മേക്കിംഗ് ദി ലക്നൗ ആക്ട് അല്ലെങ്കിൽ ആ ഒരു നിയമം കൊണ്ടുവരാൻ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ച ഒരാളായിരുന്നു. ഹി റീഓർഗനൈസ്ഡ് മുസ്ലിം ലീഗ് ആഫ്റ്റർ 1934 കഴിഞ്ഞ് മുസ്ലിം ലീഗിനെ റീഓർഗനൈസ് ചെയ്ത ആളാണ്. ആൻഡ് ബിക്കെയിം മേജർ സ്പോക്സ് പേഴ്സൺ ഫോർ ദി ഡിമാൻഡ് ഫോർ പാകിസ്ഥാനെ ഒരു പ്രത്യേക ഒരു സെപ്പറേറ്റ് രാജ്യമാക്കണമെന്ന് വാദിച്ച ആളാണ് ഈ മുഹമ്മദ് അലി ജിന്ന. From the late 1930s, the League began viewing the Muslims as a separate nation from the Hindus. ഹിന്ദുസിൽ നിന്ന് ഒരു സെപ്പറേറ്റ് നേഷൻ വേണമെന്ന് മുസ്ലിംസ് നോക്കിക്കാണാൻ തുടങ്ങി 1930 തൊട്ട്. In developing this notion, they may have been influenced by the history of tension between Hindus and Muslim groups in 1920s and 1930s. 1920-കളിലെയും 1930-കളിലെയും ഹിന്ദു മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഒരു ടെൻഷനായിരിക്കാം ഇങ്ങനെയൊന്ന് ചിന്തിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. മോർ ഇമ്പോർട്ടൻ്റ്ലി പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് ഓഫ് 1937. 1937 പ്രൊവിൻഷ്യൽ ഇലക്ഷൻസിൽ സീം ടു ഹാവ് കൺവിൻസ്ഡ് ദ ലീഗ് ദാറ്റ് മുസ്ലിംസ് വെർ എ മൈനോറിറ്റി. അവർക്ക് മനസ്സിലായി കാണും മുസ്ലിംസ് ഒരു മൈനോറിറ്റി ആണെന്നും അതുപോലെ തന്നെ ദേ വുഡ് ഓൾവേസ് ഹാവ് ടു പ്ലേ എ സെക്കൻഡ് ഫിഡിൽ ഇൻ എനി ഡെമോക്രാറ്റിക് സ്ട്രക്ചർ. ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചറിൽ മൈനോറിറ്റി ആയതുകൊണ്ട് ഒരു സെക്കൻഡ് ഒരു ഇൻഫീരിയോറിറ്റി ഫീൽ ചെയ്തിരിക്കാം. ഇറ്റ് ഫിയർ ദാറ്റ് മുസ്ലിംസ് മേ ഈവൻ അൺറെപ്രസെൻറ്റഡ്. അവർക്ക് തോന്നിയിരിക്കാം അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്ട് ചെയ്യപ്പെടാതിരിക്കാം, അവർക്കൊരു റെപ്രസെൻറ്റേഷൻസ് ഇല്ലാതായേക്കാം, അവർക്കൊരു ആവാം. അതൊക്കെ ആയിരിക്കാം അവരങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. കോൺഗ്രസ് റിജക്ഷൻ ഓഫ് ലീഗ്സ് ഡിസയർ ടു ഫോം എ ജോയിൻറ്റ് കോൺഗ്രസ് ലീഗ് ഗവൺമെൻറ് ഇൻ ദ യുണൈറ്റഡ് പ്രൊവിൻസസ് ഇൻ 1937 ഓൾസോ അനോയ്ഡ് ദ ലീഗ്. ഇപ്പോൾ കോൺഗ്രസും ലീഗും ഒരുമിച്ച് ചേർന്ന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനായിട്ട് 1937 യുണൈറ്റഡ് പ്രൊവിൻസസിൽ ലീഗ് ആഗ്രഹിച്ചപ്പോൾ കോൺഗ്രസ് അത് റിജക്റ്റ് ചെയ്തു. അതും ചിലപ്പോൾ ഒരു മാറി ചിന്തിക്കാനായി, സെപ്പറേറ്റ് നേഷൻ വേണമെന്ന് ആഗ്രഹിക്കാനായി അവരെ പ്രേരിപ്പിച്ചിരിക്കാം. കോൺഗ്രസ് ഫെയിലിയർ ടു മൊബിലൈസ് മുസ്ലിംസ് മാസസ് ഇൻ 1930s allowed the league to widen its social support. കോൺഗ്രസ്സുകാർ മുസ്ലിംസിനെ അധികം മൊബിലൈസ് ചെയ്യാൻ സാധിച്ചില്ല, മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഇൻ 1930s. അതൊക്കെ ഒരു സോഷ്യൽ സപ്പോർട്ട് ലീഗിന് കൂടാനായിട്ട് കാരണമായി. ഇറ്റ് സോട്ട് ടു എൻഹാൻസ് ഇറ്റ് സപ്പോർട്ട് ഇൻ ദ ഏർലി 1940s. അപ്പോൾ ലീഗിൻ്റെ 1940s അവരുടെ സപ്പോർട്ട് ബേസ് കൂടി വന്നു. വെൻ മോസ്റ്റ് കോൺഗ്രസ് ലീഡേഴ്സ് വെയർ ഇൻ ജയിൽ. അപ്പോൾ ആ സമയത്ത് മെജോറിറ്റി കോൺഗ്രസ് ലീഡേഴ്സ് എല്ലാം ജയിലുമായിരുന്നു. ആ സമയത്ത് ആണ് മുസ്ലിം ലീഗ് കുറച്ചുകൂടി അവരുടെ സപ്പോർട്ട് കൂട്ടി വന്നത്. മുസ്ലിം ലീഗിൻ്റെ ബേസ് ആൾക്കാരുടെ മുസ്ലിം ലീഗിലുള്ള സപ്പോർട്ട് കൂടിയത്. And at the end of the war in 1945, British opened negotiations between the Congress and the League. 1945 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും തമ്മിൽ കുറേ നെഗോഷിയേഷൻസിന് ശ്രമിച്ചു. The talks failed because League saw itself as a sole spokesperson of ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ സ്പോക്സ് പേഴ്സൺ മുസ്ലിം ലീഗ് മാത്രമാണ് എന്നായിരുന്നു മുസ്ലിം ലീഗ് കരുതിയത്. ദ കോൺഗ്രസ് കുഡ് നോട്ട് ആക്സെപ്റ്റ് ദിസ് ക്ലെയിം. ഈ ക്ലെയിം മുസ്ലിംസിന് വേണ്ടി സംസാരിക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമാണെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ആ ക്ലെയിം കോൺഗ്രസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല.
സിൻസ് എ ലാർജ് നമ്പർ ഓഫ് മുസ്ലിംസ് സ്റ്റിൽ സപ്പോർട്ടഡ് കോൺഗ്രസിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മെജോറിറ്റി മുസ്ലിംസ് ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് ധരിച്ചത്. ഇലക്ഷൻസ് ടു ദ പ്രൊവിൻസസ് വെർ എഗെയിൻ ഹെൽഡ് ഇൻ 1946. പ്രൊവിൻസസിലോട്ടുള്ള ഇലക്ഷൻസ് 1946 പിന്നെയും നടത്തി. ദി കോൺഗ്രസ് ഡിഡ് വെൽ ഇൻ ദി ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്, ബട്ട് ദ ലീഗ് സക്സസ് ഇൻ ദി സീറ്റ്സ് റിസർവ്ഡ് ഫോർ മുസ്ലിംസ് വർ സ്പെക്ടാക്കുലർ. ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ കോൺഗ്രസ് നന്നായി നല്ല വിജയം നേടി. പക്ഷേ മുസ്ലിംസിന് റിസർവ് ചെയ്ത സീറ്റുകളിൽ വളരെയധികം നല്ല മെച്ചപ്പെട്ട പ്രകടനം മുസ്ലിം ലീഗിന് കാഴ്ചവെക്കാൻ സാധിച്ചു. ഇറ്റ് പെർസിസ്റ്റഡ് വിത്ത് ഇറ്റ് ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ. അങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന ഒരു ഡിമാൻഡ് മുസ്ലിം ലീഗിനുണ്ടായത്. ഇൻ മാർച്ച് 1946, 1946 മാർച്ചിൽ ബ്രിട്ടീഷ് ക്യാബിനറ്റ് സെൻറ്റ് എ 3-member മിഷൻ ടു ഡൽഹി ടു എക്സാമിൻ ദ ഡിമാൻഡ് ആൻഡ് ടു സജസ്റ്റ് എ സ്യൂട്ടബിൾ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഫോർ എ ഫ്രീ ഇന്ത്യ. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിക്കഴിയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് സജസ്റ്റ് ചെയ്യാനും അവിടുത്തെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനുമായിട്ട് ഒരു 3-member മിഷനെ ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഡൽഹിയിലോട്ട് അയക്കുകയാണ്. The mission suggested that India should remain united and constitute itself as a loose confederation with some autonomy for Muslim majority areas. മുസ്ലിം മെജോറിറ്റി ഏരിയാസിന് കുറച്ച് സ്വയംഭരണ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ പാർട്ടും ഒന്നായിരിക്കണം എന്നാണ് മിഷൻ സജസ്റ്റ് ചെയ്തത്. പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്യാൻ ആ മിഷൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. ബട്ട് ഇറ്റ് കുഡ് നോട്ട് ഗെറ്റ് ദി കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് ടു അഗ്രി ടു സ്പെസിഫിക് ഡീറ്റെയിൽസ് ഓഫ് ദ പ്രപ്പോസൽ. ആ പ്രപ്പോസലിലെ പല സ്പെസിഫിക് ഡീറ്റെയിൽസും കോൺഗ്രസിനും അതുപോലെ തന്നെ ലീഗിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത് അങ്ങനെയൊക്കെ വന്നപ്പോൾ പാർട്ടീഷൻ നൗ ബിക്കെയിം മോർ ഓർ ലെസ് ഇന്നവിറ്റബിൾ. പാർട്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഇന്നവിറ്റബിളായി മാറി, ഒഴിച്ചുകൂടാനാവാത്തൊരു പ്രോസസ്സായി മാറി. അങ്ങനെയാണ് പാർട്ടീഷൻ നടന്നത്. ആഫ്റ്റർ ദ ഫെയിലിയർ ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ, ഈ ക്യാബിനറ്റ് മിഷൻ്റെ ഫെയിലിയറിന് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് ഡിസൈഡഡ് എ മാസ് അജിറ്റേഷൻ ഫോർ വിന്നിങ് ഇറ്റ്സ് പാകിസ്ഥാൻ ഡിമാൻഡ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന ഡിമാൻഡ് നേടിയെടുക്കാനായിട്ട് അജിറ്റേഷൻ നടത്തി. It announced 16 August 1946 as Direct Action Day. Direct Action Day ആയി 16 ഓഗസ്റ്റ് 1946 അവർ ആചരിച്ചു. ഓൺ ദിസ് ഡേ റൈറ്റ്സ് ബ്രോക്ക് ഔട്ട് ഇൻ കൽക്കട്ടയിൽ റൈറ്റ്സ് ബ്രോക്ക് ഔട്ട് ചെയ്തു. ലാസ്റ്റിംഗ് സെവറൽ ഡേയ്സ്, ഒരുപാട് ദിവസം അങ്ങനെ ഈ റൈറ്റ്സ് ഉണ്ടായി. ആൻഡ് ഇൻ റിസൾട്ടിങ് ഇൻ ദ ഡെത്ത് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. By March 1947, violence spread to different parts of northern India. 1947 മാർച്ച് ആയപ്പോഴേക്കും ഈ റൈറ്റ്സ് നോർത്തേൺ ഇന്ത്യയിലെ പല ഭാഗത്തോട്ടും പടർന്നു പിടിച്ചു. Many 100,000 people were killed. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. Numerous men had to face untold brutalities during the പാർട്ടീഷൻ്റെ സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. കുറേ അറ്റാക്കുകളുണ്ടായി. മില്യൺസ് ഓഫ് പീപ്പിൾ വെർ ഫോഴ്സ്ഡ് ടു ഫ്ലീ ദെയർ ഹോംസ്. മില്യൺസ് ഓഫ് ആൾക്കാർക്ക് അവരുടെ വീടുകൾ വിട്ട് ഓടിപ്പോണ്ടി വന്നു. ടോണസ് അണ്ടർ ഫ്രം ദെയർ ഹോംലാൻഡ്സ്, അവരുടെ ഹോംലാൻഡിൽ നിന്ന് അവർക്ക് ഓടിപ്പോണ്ടി വന്നു. ദേ വർ റെഡ്യൂസ് ടു ബീയിങ് റെഫ്യൂജീസ് ഇൻ ഏലിയൻ കൺട്രി. അല്ലെങ്കിൽ ഒരു ആരും അറിയാത്തൊരു സ്ഥലത്ത് അവർക്ക് ഒരു റെഫ്യൂജീസായിട്ട് ജീവിക്കേണ്ടി വന്നു, ഓടിപ്പോണ്ടി വന്നു. ഇതാണ് റെഫ്യൂജീസ് ഫ്രം റൈറ്റ് ടോൺ പഞ്ചാബിലെ റൈറ്റുള്ള ആ ഏരിയസിൽ നിന്ന് ഓടി വന്ന ആൾക്കാർ ഡൽഹിയിലെത്തിയ ഇൻ സെർച്ച് ഓഫ് ഷെൽട്ടർ ആൻഡ് ഫുഡിനും ഷെൽട്ടറിനും വേണ്ടി ഒരുപാട് പേര് അവിടെ പഞ്ചാബ് വിട്ടു വന്ന ആൾക്കാർ ഡൽഹിയിൽ ഒരുമിച്ച് കൂടിയതാണ്. Partition also meant that India changed. Many of its cities changed. India change ആയി പാർട്ടീഷനോടെ. സിറ്റീസ് ചേഞ്ചായി, ഒരു പുതിയ കൺട്രിയായി, പാകിസ്ഥാനുണ്ടായി.
and so a joy of our country's independence from British rule came mixed with the pain and violence of partition. പാർട്ടീഷൻ്റെ പെയിനും വയലൻസും കൂടി ആയപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് അത്ര മധുരം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് റൂളിൽ നിന്ന് കിട്ടിയെങ്കിലും ഈ വാറും വയലൻസും ആ പാർട്ടീഷൻ്റെ സമയത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് നടന്ന ഈ ബ്രൂട്ടൽ കൊലകളെല്ലാം ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മധുരം ഇല്ലാതാക്കി, ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആക്കി അതിനെ. അപ്പോൾ ഇത്രയായിരുന്നു ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത്. ഇത് ലാസ്റ്റ് പാർട്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ മെല്ലെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് ഓരോ കാര്യങ്ങളും. Hope you understand. Thanks for watching. Please do subscribe, like and share.